മെയ് മാസം റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ട്രാൻസിറ്റർ ആയിട്ടുള്ള ഒബ്സഷൻ എന്ന് പറയുന്ന സിനിമ ഇന്നാണ് കണ്ടത്. നമ്മുടെ രതി നിർവേദത്തിലെ രതി ചേച്ചിയും പപ്പുവിനെയും ഈ സിനിമ കണ്ടപ്പോൾ വെറുതെ ഒന്നും ഓർമ്മ വന്നു. അത് ഞാൻ ലാസ്റ്റ് പറയാം. ഒരു ഹൊറർ സിനിമ എന്നുള്ള രീതിയിൽ ലോകമാസകലം ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ വളരെ കുറഞ്ഞ ചെലവിൽ ഷൂട്ട് ചെയ്ത് വളരെയധികം പൈസ വാരി ഈ ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. യൂട്യൂബർ ഡയറക്റ്റ് ചെയ്ത സിനിമ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് സോ കോൾഡ് ഹൊറർ മൂവി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു സൈക്കോ മൂവി ആയിട്ട് വേണമെങ്കിൽ പറയാം. ഡാർക്ക് ഹ്യൂമർ ഒരുപാടുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് രണ്ടോ മൂന്നോ നാലോ സ്ഥലത്ത് ജംപ് സ്കെയർ ഉണ്ട്. പക്ഷെ ആ സ്കെയറുകൾ ഭയങ്കര രസകരമായിട്ട് വർക്കായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ പടം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ, നമ്മുടെ ചിന്തകൾക്കുള്ളിൽ വരുന്ന ഒരു കാർമേഘം പോലത്തൊരു ഭയം വ്യാപിക്കും. ചിലന്തിവരെ പോലെ നമ്മൾ പിടിക്കുന്നൊരു ഭയമുണ്ട്. അത് സിനിമ കഴിഞ്ഞ് അത് ചിന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഭയം ഇങ്ങനെ കൂടി വരും. ആ രീതിയിൽ ഇതൊരു ഹൊറർ സിനിമയാണ്. സിനിമ കാണുമ്പോൾ ഇതൊരു ഡാർക്ക് കോമഡികൾ ഒരുപാടുള്ള, ജംപ് സ്കെയറുകൾ 3-4 എണ്ണമുള്ള, ഒരു സൈക്കോട്ടിക് ലെവലിലുള്ള കഥാപാത്രങ്ങളുള്ള, കോമിക് ആയിട്ട് ഹൊറർ അല്ലെങ്കിൽ സൈക്കോത്തരങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയ നിക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ആർട്ടിസ്റ്റിന് കയ്യടിച്ചേ മതിയാവും. അസാധ്യ ആർട്ടിസ്റ്റ്, അസാധ്യ പെർഫോമൻസ്. അത് 4-5 മെയിൻ കഥാപാത്രങ്ങൾ ചുറ്റിപ്പറ്റി പോകുന്നൊരു സിനിമയാണ്. അത് മങ്കി പോ എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു 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 വൺ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി ഈ ഒരു രീതിയിൽ സിനിമ ഇറക്കി അത് ഭയങ്കര ആഗോള ഹിറ്റാക്കി മാറ്റി ഡയറക്ടർക്ക് വൻ കയ്യടി. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇറങ്ങുന്ന പല ബ്രഹ്മാണ്ഡ സിനിമകളും മേക്കിങ്ങിലും മാത്രം ശ്രദ്ധിക്കുമ്പോൾ, റിവ്യൂവിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, റൈറ്റിങ്ങിൽ ലെയേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ് സിനിമയ്ക്കുള്ളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഓഡിയോ, അത്തരം പരിപാടികൾ ഒഴിച്ചു നിർത്തിയാൽ, ഓഫ് കോഴ്സ് റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ, അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ഭയങ്കര മേക്കിംഗ് ഗിമ്മിക്സ് ഒന്നും കാണിച്ചിട്ടില്ല. എന്നിട്ടും ഈ ചിത്രം ഇത്രയും വലിയ ഹിറ്റായെങ്കിൽ അതിൻ്റെ ഒരുപാട് ലെയറുകളുള്ള റൈറ്റിംഗ് തന്നെയാണ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രതി ചേച്ചിയുടെ കാര്യം ഒരു എക്സാമ്പിളാണ്. ഈ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. പപ്പു വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വശീകരിക്കപ്പെട്ട് രതി ചേച്ചി പപ്പുവിൻ്റെ വീട്ടിൽ വന്ന് ഇനി ഇവനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതായിട്ട് ബന്ധമില്ല, ഞാൻ പറയണം. കാണാനുള്ള മുതലുണ്ട്. ഞാൻ നോക്കിയപ്പോൾ പാവപ്പെട്ടവനായ ഒരു ഹോംലെസ് ആയിട്ടുള്ള ആൾക്ക് കൂട്ടുകാരത്തിയുടെ കയ്യിൽ നിന്ന് 20 രൂപ കൊടുത്ത് സഹായിക്കുന്ന നായികയുടെ ക്യൂട്ട്നെസ് നോക്കി വെള്ളമിറക്കുന്ന നായകൻ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സീനാണിത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇത് ഹൊറർ മൂവി തന്നെയല്ലേ? പക്ഷെ അപ്പം തോന്നിയ ആ മോഹം അവിടുന്ന് വളർന്ന് ഭയങ്കര മോഹമായി. ആ മോഹത്തിന് വേണ്ടി എന്തും ചെയ്യുന്നുള്ളൊരു അവസ്ഥയായി. അവിടുന്ന് അങ്ങോട്ട് പടത്തിൻ്റെ ജോണറും കാര്യങ്ങളൊക്കെ മാറുകയാണ്. പിന്നെ ഒരൊറ്റ പോക്കാണ് അവസാനം വരെ. ഒബ്സഷൻ.